ചെങ്ങന്നൂർ അറിയാൻ സാധ്യത കുറവുള്ള സ്ഥലമാണ്. സജി ചെറിയാൻ, എബി കുര്യാക്കോസ് ആണ് UDF സ്ഥാനാർത്ഥി, MV ഗോപകുമാറാണ് NDA സ്ഥാനാർത്ഥി. ഇടതുപക്ഷത്തിന്റെ കോട്ടയാണെന്ന് മാത്രമല്ല സജി ചെറിയാനാണ്. അതെ, മുക്കിലും മൂലയിലും സജി ചെറിയാനുണ്ട്. മുക്കിലും മൂലയിലും സജി ചെറിയാൻ. ഒറ്റ കാര്യം, ആ പ്രളയത്തിന്റെ സമയത്ത് നിലവിളി നിലവിളി എന്തായിരുന്നു? നിലവിളി ഞങ്ങൾ അതെ, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. സ്വന്തം മക്കൾക്ക് വേണ്ടി നിരച്ച് കയറിയ സമയത്ത് ആർക്കും നിലവിളിക്കാനേ പറ്റുള്ളൂ. പക്ഷെ സജി ചെറിയാന്റെ ഒറ്റ നിലവിളിയിൽ ആ സംവിധാനം മുഴുവൻ അവിടെ വന്നു. സംവിധാനം ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്ത ആളാണ്. അപ്പൊ നമുക്ക് സജി ചെറിയാൻ തന്നെയാണ്. ആലപ്പുഴ ജില്ലയിൽ നിലവിലുള്ള അവസ്ഥ, എന്റെ ആകാംക്ഷ എന്താ അറിയോ? 2ാം സ്ഥാനത്ത് ആര് വരും? സജി. 1ാം സ്ഥാനത്ത് സജി ചെറിയാൻ തന്നെയാണ്. ആലപ്പുഴയിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ചെങ്ങന്നൂരിൽ. ഇനി ആലപ്പുഴ മണ്ഡലത്തിലെ മൊത്തം ചിത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ, ആലപ്പുഴ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ LDFന് 8 സീറ്റ് ഉണ്ടായിരുന്ന ആലപ്പുഴ മണ്ഡലത്തിൽ ഇക്കുറി ചില സീറ്റുകൾ ഒരു പക്ഷേ ആലപ്പുഴയിൽ LDFന് നഷ്ടപ്പെട്ടേക്കാം. 4 സീറ്റായിട്ട് 5 സീറ്റായിട്ട് LDFന് അത് ചുരുങ്ങിയേക്കാം. 3 സീറ്റുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. UDF കഴിഞ്ഞ തവണത്തെ ഒരേ ഒരു സീറ്റിൽ നിന്ന് 4 ഉയർത്താനുള്ള 8-ൽ നിന്ന് 5-ലേക്ക് LDF പോകുമ്പോൾ 1-ൽ നിന്ന് 4-ലേക്ക് UDF വരുന്നു. ട്രെൻഡ് പ്രകാരം LDFന് നേരിയ നഷ്ടം, UDFന് നേരിയ നേട്ടം. 70 മണ്ഡലങ്ങൾ കഴിയുമ്പോഴുള്ള ചിത്രം പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. 70 മണ്ഡലങ്ങൾ, 140 മണ്ഡലങ്ങളിൽ പാതി പിന്നിടുമ്പോൾ, അടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളും ജില്ലകളും കടന്നു വരുമ്പോൾ നിലവിൽ സ്ലൈറ്റ് എഡ്ജ് LDF 32 മുതൽ 41 സീറ്റുകൾ വരെ 70 സീറ്റിൽ നേടിയേക്കാം. UDFന് 28 മുതൽ 38 വരെ സീറ്റുകൾ ലഭിച്ചേക്കാം. 1 സീറ്റ് പരമാവധി NDAക്ക് 70 സീറ്റുകൾ പിന്നിടുമ്പോൾ. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളൊക്കെ നമുക്ക് കാണേണ്ടതുണ്ട്. ഏറ്റവും നിർണായകമായ ജില്ലകളിലേക്ക് നമ്മൾ കടക്കും. നാളെ കൊല്ലം, തൃശൂർ തുടങ്ങിയ ജില്ലകളിലേക്ക് നമ്മൾ കടക്കും. 140 മണ്ഡലങ്ങളുടെയും അടിയൊഴുക്കുകൾ അന്വേഷിച്ചുള്ള റിപ്പോർട്ടറിന്റെ പ്രീ പോൾ ട്രെൻഡ് അനാലിസിസ് 1ാം ദിനം ഇവിടെ. ഈ ഇലക്ഷനിലെ ഏറ്റവും അവസാനത്തെ പ്രീ പോൾ ആയിരിക്കും. കാരണം അതിനുശേഷം കൊട്ടിക്കലാശമാണ്. ഒരുപോലെ സീറ്റുകൾ കൂടുതൽ പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഈ അവസാന മണിക്കൂറിലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം നമ്മളാണ് കൊടുക്കാൻ പോകുന്നത്. ട്രെൻഡ് യഥാർത്ഥത്തിൽ സെറ്റ് ചെയ്യാൻ പോകുന്ന ദിവസമാണ് നാളെ മറ്റന്നാൾ. ട്രെൻഡ് പറയാൻ പറ്റുന്ന ജില്ലകളാണ് ഇനി വരാൻ പോകുന്നത്. ഈ ജില്ലകളിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, ഈ 3 ജില്ലകളിൽ അറിയാം മാറ്റം ഉണ്ടാകുമോ ഇല്ലയോ. ഇവിടെ ഒരു വലിയ മുന്നേറ്റം UDFന് ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ UDFന്റെ ഭരണം പിടിക്കാമെന്നുള്ള മോഹം അസ്തമിക്കും. ശരി, നമുക്ക് നോക്കാം കൊല്ലമൊക്കെ എങ്ങനെ മാറി ചിന്തിക്കുമോ. കൊല്ലത്ത് എന്താണ് നോക്കാം. കൊല്ലം നാടാണല്ലോ അല്ലേ? കൊല്ലത്തൂടെ നമ്മൾ 2-3 മണ്ഡലങ്ങളിൽ കടന്നാണ് വന്നത്. നാളെ തൃശ്ശൂരുണ്ട്. തൃശ്ശൂരിൽ എന്ത് സംഭവിക്കുമെന്ന് മലപ്പുറമൊന്നും പിന്നെ നമുക്ക് കാണാം അടിയൊഴുക്കൾ എങ്ങനെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയോ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയോ പാറ്റേണേ ആയിരിക്കില്ല. സൗകര്യമാണ്, പക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ ആയിരിക്കും. മലപ്പുറത്ത് ഞാൻ പറയുന്നു ഇത്തവണ അപ്രതീക്ഷിതമായ വിജയവും. കഴിഞ്ഞ പ്രാവശ്യം നിയമസഭയുടെ ട്രെൻഡ് ഇല്ല, ഇപ്രാവശ്യത്തെ പഞ്ചായത്ത് ഇലക്ഷന്റെ ട്രെൻഡ് ഇല്ല, ലോക്സഭയുടെ ട്രെൻഡ് ഇല്ല. ഇതൊരു പുതിയ ട്രെൻഡാണ്. അപ്രതീക്ഷിതമായ വിജയവും അപ്രതീക്ഷിതമായ പരാജയം ഉണ്ടാവും. SIRന്റെ കാര്യത്തിൽ CPIയുടെ ശക്തി കേന്ദ്രങ്ങളിൽ CPMന് നഷ്ടം സംഭവിച്ചിട്ടില്ല. മുസ്ലിം ലീഗിന്റെ കോട്ടകളിൽ മുസ്ലിം ലീഗിനും നഷ്ടം സംഭവിച്ചിട്ടില്ല. SIR പട്ടിക വന്നതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ സമയം വരെ ഒരു കക്ഷിക്കും ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ആകെ 3 ദിവസമേ ഉള്ളൂ. ഈ 3 ദിവസം മുൻപ് വരെ ഒരു പാർട്ടിക്ക് ഒരു ട്രെൻഡ് സെറ്റ് ചെയ്ത് ചിതറിയ വാദങ്ങളാണ് പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഉള്ളതെന്ന് ഓർമ്മിക്കണം. വയനാട്ടിലേക്ക് പോകുന്നു, ഡീല് വരുമ്പോ ഡീലിലേക്ക് പോകുന്നു, സ്വർണ്ണക്കൊള്ള വരുമ്പോ സ്വർണ്ണക്കൊള്ളയിലേക്ക് പോകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. എല്ലാം മാറി മാറി പറയുന്നുണ്ട്, അത് അവിടെ നിൽക്കുന്നുമുണ്ട്. അതൊക്കെ തന്നെ വോട്ടർമാരിൽ ആദ്യ ദിനം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ LDFന് നേരിയ മുൻതൂക്കമാണ് ആദ്യത്തെ 70 സീറ്റുകളിലുള്ളത്. നാളെ വീണ്ടും എത്തും. നിർണായകമായ ജില്ലകളിലെ ട്രെൻഡ് സെറ്റ് എന്താണ് എന്ന് നമുക്കറിയാം. പ്രീ പോൾ ട്രെൻഡ് 2026 2ാം ഘട്ടം നാളെ വൈകുന്നേരം 7 മണി മുതൽ.